മസാല ദോശ റെഡിയാക്കാൻ പോകുന്നു. അതിൻ്റെ കൂട്ടുകൾ ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ്, ഉള്ളി. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കും. ഉഴുന്ന് പരിപ്പിടുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റിന് നല്ലതാണ്. ഉഴുന്ന് പരിപ്പിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, പച്ചമുളക് വെക്കുന്നത്, കുറച്ച് കറിവേപ്പില. ഇതൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇടും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് എണ്ണയിൽ വാടി വരുമ്പോൾ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വാടി വരുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയതിൻ്റെ ശേഷം പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നോക്കിയിട്ടിട്ടാൽ മതി. കുറച്ച് ആവശ്യത്തിന് മാത്രം. അതിൻ്റെ സ്പൂണ് കണക്കൊന്നും നോക്കില്ല, അതിന് വേണ്ടുന്ന ചേർത്ത് കൊടുക്കല. അതുപോലെ അതിന് കുറച്ച് മുളക് പൊടി, ഒരു സ്പൂണ്, കുറച്ച് എരിവിന് മാത്രം വേണ്ടുന്ന കൂട്ടി ചേർത്താൽ മതി. വെള്ളം ഇളക്കി കൊടുക്കും. അതിന് ശേഷം ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കുക. ഇതിനെ യോജിപ്പിക്കുക. ഇതിനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ മസാല റെഡി. ഇനി നമ്മൾ ദോശ ഇടുമ്പോൾ അതിലേക്ക് ദോശേൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. മസാല ഉരുളക്കിഴങ്ങ് മസാല റെഡി. മസാല ദോശൻ്റെ മസാല റെഡി. ഓക്കെ. നമ്മൾ ദോശക്ക് ഇന്നലെ രാവിലെ അരി, പച്ചരി, ഉഴുന്നും കൂടി പൊതിർത്തിയിട്ട് രാത്രി അരച്ച് വെച്ചതാണ്. ഉഴുന്ന് മാത്രമല്ല, ഉലുവയുണ്ട്. രാത്രി നല്ലോണം അരച്ച് വെച്ച് കുറച്ച് ബറ്റും കൂടി കൂട്ടി അരക്കുമ്പോൾ. നമ്മൾ ബറ്റ് എന്ന് പറഞ്ഞത് ചോറാന്ന് കേട്ടോ. ചില വീട്ടിലൊക്കെ മനസ്സിലാവും. കണ്ണൂരിൽ അങ്ങനെ പെട്ടെന്ന് പറയുന്നത് ബറ്റ് എന്ന് പറയും. ചോറാണ്, ചോറ്. കുറച്ച് ചോറും കൂട്ടി അരച്ച കൂട്ടാണ്. അതിൻ്റെ മേലയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉണങ്ങണം നല്ലോണം, എന്നാലേ കിട്ടും. വീട്ടിലുണ്ടാക്കി
മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിടുക. ശേഷം റെഡിയാക്കി വെച്ച മസാലയാണ്. അതിന് മേലെ നമുക്ക് ആവശ്യമുള്ളത് ഇടുക. സമയത്ത് ഇത് ചെയ്യുക, അതിനെ ഫോൾഡ് ചെയ്തെടുക്കുക. മസാല ദോശ റെഡി. അതിന് ചട്നി കൂടി ഉണ്ടാക്കിയിട്ട് തിന്നാൽ മതി.